എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. അങ്ങനെ മലയാള സിനിമാ പ്രേമികൾ ഏറെ നാളെ കാത്തിരിക്കുകയായിരുന്നു മലയാളത്തിന്റെ ജനപ്രിയ നായകന്റെ തിരിച്ചുവരവിന് വേണ്ടി. ആ ഒരു കാത്തിരിപ്പിന് ഇപ്പോൾ അവസാനമായിരിക്കുകയാണ്. ലിസ്റ്റൻ സ്റ്റീഫന്റെ നിർമ്മാണത്തിൽ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ദിലീപ്, ധ്യാൻ, മഞ്ജു പിള്ളൈ എന്നിവർ കേന്ദ്ര കഥാപാത്രമായെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി വിജയകരമായിട്ട് തിയേറ്ററുകളിൽ 14-ാം ദിവസം ഇന്ന് പിന്നിടുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് ആണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ആ ഒരു കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ദിലീപ് നായകനെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ യൂട്യൂബിലെ പ്രമുഖ നിരൂപകരിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു. എന്നാൽ കടുത്ത പ്രേക്ഷക സപ്പോർട്ട് മൂലം ചിത്രം ഓരോ ദിവസവും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ റിലീസ് ചെയ്ത 14-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പേരിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 458 ഷോകളാണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 21,000-ൽ പരം പ്രേക്ഷകരും. ഓരോ ഷോയുടെയും ആവറേജ് ഓക്യുപ്പൻസി ഇന്ന് 20%. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ 14-ാം ദിവസം ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ 33 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 14-ാം ദിവസം ഈ ഒരു ചിത്രം 40 ലക്ഷത്തിന് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം 14 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 14 കോടിക്ക് മുകളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 1,87 ലക്ഷത്തിന് മുകളിലും ഓവർസീസ് ബോക്സ് ഓഫീസിൽ 5 കോടിയും ചിത്രം പിന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 14 ദിവസങ്ങൾ കൊണ്ട് 20-21 കോടി റേഞ്ചിലാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി ഇതിനോടകം തന്നെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.